ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നിയമം 2026 മുതൽ പ്രാബല്യത്തിൽ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇന്ത്യൻ റെയിൽവേ 2026 ഏപ്രിൽ മുതൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിൻ മിസ്സാകുമെന്ന ഭയം കുറയാം. ബോർഡിംഗ് സ്റ്റേഷൻ 24 മണിക്കൂർ മുൻപ് മാറ്റണം എന്നുള്ള നിയമം ഇനി മുതൽ ബാധകമല്ല. ഈ വീഡിയോയിൽ നിങ്ങൾ അറിയുവാൻ പോകുന്നത് പുതിയ ബോർഡിംഗ് റൂൾ എന്താണ്, ആർക്കെല്ലാം ഇത് ഉപയോഗിക്കാം, എങ്ങനെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാം, ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ദയവായി വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളുടെ യാത്ര സേഫാക്കൂ. നടപ്പിലാക്കിയിരിക്കുന്ന പുതിയ നിയമം: ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റുവാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 24 മണിക്കൂർ മുൻപ് മാത്രം മാറ്റുവാൻ സാധിച്ചിരുന്ന ഈ നിയമം ഇപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കിയിരിക്കുകയാണ്. ആർക്കെല്ലാം ഇത് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. കൺഫേംഡ് ആൻഡ് RAC ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ സൗകര്യം ലഭ്യമാകൂ. വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാം? IRCTC ആപ്പ് വഴി വളരെ വേഗം ഇത് ചെയ്യാവുന്നതാണ്. IRCTC അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, മൈ ബുക്കിംഗ്സ് തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ ടിക്കറ്റ് സെലക്ട് ചെയ്യുക, ചേഞ്ച് ബോർഡിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, പുതിയ സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: കൺഫേംഡ് ഓർ RAC ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഈ സൗകര്യം. ഒരിക്കൽ മാത്രമേ ഇത് മാറ്റുവാൻ കഴിയൂ. മാറ്റിയ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രെയിനിൽ കയറണം. രണ്ടാം റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് വരെ മാത്രമേ ഈ മാറ്റം സാധ്യമാകൂ. ചില സാഹചര്യങ്ങളിൽ റീഫണ്ട് വിൻഡോ 72 മണിക്കൂറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ മാറ്റങ്ങൾ ഇനി ഒരു പ്രശ്നമേ അല്ല. നമ്മുടെയൊക്കെ യാത്രാ പ്ലാനുകൾ പല സന്ദർഭങ്ങളിലും അവസാന നിമിഷം വരെ ചേഞ്ച് ആകാം. പലരും ബോർഡിംഗ് സ്റ്റേഷൻ കാരണമായി ട്രെയിൻ മിസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നു എന്നതാണ് ഈ പ്രത്യേകത. ഈ പുതിയ സൗകര്യം ട്രെയിൻ യാത്രക്കാരെ ഏറെ സഹായിക്കും. ഇന്ത്യൻ റെയിൽവേ കൂടുതൽ പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആകുന്നു എന്നതാണ് പ്രാധാന്യം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റും IRCTC വെബ്സൈറ്റും സന്ദർശിക്കുക. ഈ അറിവ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുവാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.